ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ വീഡിയോയിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ LT സൈഡിലുള്ള ന്യൂട്രൽ ബുഷിങ്ങിനെ എങ്ങനെ തിരിച്ചറിയാമെന്നതാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലെ പ്രൈമറി വൈൻഡിങ് ഡെൽറ്റ കണക്റ്റഡ് ആണ്. ഇത് ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആണ്. ഫേസുകൾ തമ്മിൽ 11 kV ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സപ്ലൈ കൊടുക്കുന്നത് 11 kV. സെക്കൻഡറി വൈൻഡിങ് സ്റ്റാർ കണക്റ്റഡ് ആണ്. 3 ഫേസും ഒരു ന്യൂട്രലുമാണ് ഉണ്ടാകുന്നത്. അതായത് 2 ഫേസുകൾ തമ്മിലുള്ള വോൾട്ടേജ് 430 വോൾട്ടായി സ്റ്റെപ്പ് ഡൗൺ ചെയ്യപ്പെടും. ന്യൂട്രലിലുള്ള വോൾട്ടേജ് 230 വോൾട്ട് ആണ്. ഇത് ഇനി എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്ന് ശ്രദ്ധിക്കാം. മേക്ക് primary connections and charge the transformer without secondary connection. പ്രൈമറി കണക്ഷനുകളിൽ സപ്ലൈ വോൾട്ടേജ് കണക്ട് ചെയ്ത് സെക്കൻഡറി കണക്ഷൻ കണക്ട് ചെയ്യാതെ ഫ്രീ ആയി വിടുക. രണ്ടാമത്തേതായി, ടെസ്റ്റ് 2 bushings out of 4 bushings on the LT side of the transformer with the help of series test lamp which contains 2 bulbs of same wattage connected in series. LT സൈഡിലെ 4 ബുഷിങ്ങളിൽ 2 ബുഷിങ്ങളെ സീരീസ് ടെസ്റ്റ് ലാമ്പ് വെച്ച് ടെസ്റ്റ് ചെയ്യാം. ഈ സീരീസ് ടെസ്റ്റ് ലാമ്പ് ഒരേ വാട്ടേജ് ഉള്ള 2 ലാമ്പുകളെ വേണം സീരീസിൽ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കാരണമുണ്ട്. നമുക്ക് അവൈലബിൾ ആയുള്ള എല്ലാ അപ്ലയൻസും 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഒരു ബൾബിൻ്റെ റേറ്റിംഗ് പറഞ്ഞാൽ 40 വാട്ട്, 60 വാട്ട്, 100 വാട്ട് എന്നിങ്ങനെ വാട്ട് ആണ് സൂചിപ്പിക്കുക. ഇത് എല്ലാം വർക്ക് ചെയ്യുന്നത് 230 വോൾട്ടിലാണ്. 2 ഫേസ് തമ്മിൽ ഒരു ബൾബിനെ നമ്മൾ സീരീസ് കണക്ഷൻ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ആ ബൾബ് ഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 2 ലാമ്പുകളെ സീരീസിൽ കണക്ട് ചെയ്യുന്നത്. ഇഫ് ദ ബൾബ്സ് ഗ്ലോ വിത്ത് ഫുൾ ബ്രൈറ്റ്നസ് ബോത്ത് ദ ബുഷിങ്സ് ആർ ഫേസസ്. ഈ 2 ലാമ്പുകളും ഫുൾ ബ്രൈറ്റ്നസ്സിൽ പ്രകാശിക്കുന്ന ആണെങ്കിൽ ആ ചെക്ക് ചെയ്ത 2 ബുഷിങ്ങും ഫേസുകളാണ്. ഇഫ് ഇറ്റ് ഗ്ലോസ് ഡിം, then one of the bushing is neutral. In this way, the neutral can be identified by testing all the bush. ഏതെങ്കിലും 2 ടെർമിനലുകൾ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബൾബുകൾ ഡിമ്മായി പ്രകാശിക്കുകയാണെങ്കിൽ അതിൽ ഒരു ടെർമിനൽ ന്യൂട്രലാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. പ്രൈമറി വൈൻഡിങ്ങിൽ 11 kV നമ്മൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നു. സെക്കൻഡറി വൈൻഡിങ്ങിൽ ഫേസുകൾ തമ്മിൽ 430 വോൾട്ടും ന്യൂട്രലും ഫേസും തമ്മിൽ 230 വോൾട്ടും ആയിരിക്കും പ്രകാശിക്കുക. ഇവിടെ 2 ലാമ്പുകൾ സീരീസിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്നു. 2 ഫേസുകൾ തമ്മിലും ആദ്യം ചെക്ക് ചെയ്യുക. ഫേസും ന്യൂട്രലും തമ്മിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് ലാമ്പുകളുടെ ബ്രൈറ്റ്നസ്സാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ന്യൂട്രൽ ഏതാണ് എന്ന് ഫൈനലൈസ് ചെയ്യുന്നത്. ഇതൊരു വീഡിയോയുടെ സഹായത്തോടു കൂടി ചെക്ക് ചെയ്യും. അതിനായി തുല്യ റേറ്റിംഗ് ഉള്ള 2 ബൾബുകളെ ചൂസ് ചെയ്യാം. ഇവയെ ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാകും. 4 LT സൈഡിലുള്ള 4 ബുഷിങ്സ് കാണുന്നുണ്ട്. ഇതിൽ 1, 2, 3, 4 എന്ന് രേഖപ്പെടുത്തിയതായിട്ട് വിചാരിക്കാം. ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, LT ബുഷിങ്സ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. U2, V2, W2, N എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇങ്ങനെയൊരു ട്രാൻസ്ഫോമറിൽ അങ്ങനെ രേഖപ്പെടുത്തി കാണുന്നില്ല. ഇതിൽ ന്യൂട്രൽ ഏതാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ് നമ്മളുടെ കർത്തവ്യം. ഇതിനായി സീരീസ് ടെസ്റ്റ് ലാമ്പ് കണക്ട് ചെയ്യും. ആദ്യത്തെ 2 ബുഷിങ്ങിലായി നമ്മൾ വയറ് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ബൾബുകൾ 2 ഫുൾ ബ്രൈറ്റ്നസ്സിൽ പ്രകാശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അടുത്തത് 1ഉം 3ഉം കണക്ട് ചെയ്യുന്നു. അപ്പോഴും ബൾബുകൾ ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് പ്രകാശിക്കുന്നത്. ഇനി 2ഉം 3ഉം കണക്ട് ചെയ്യാം. അപ്പോഴും ബൾബുകൾ രണ്ടും
ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് പ്രകാശിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 3 എണ്ണവും ഫേസ് ടെർമിനലുകളാണ് എന്ന് ആണ്. ഇത് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് 1 4 2 4 3 4 കൂടി ചെക്ക് ചെയ്യും. ഒന്നും 4 കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നത് ബൾബുകൾ 2 ഡിമ്മായി പ്രകാശിക്കുന്നു. അതായത് അതിൻ്റെ ഫിലമെൻ്റ് മാത്രമാണ് പ്രകാശിക്കുന്നത്. ഇനി 2 4 കണക്ട് ചെയ്യും. അപ്പോഴും ബൾബിൻ്റെ ഫിലമെൻ്റ് മാത്രമാണ് പ്രകാശിക്കുന്നത്. ഇനി 3 4 കണക്ട് ചെയ്യും. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4ാമത്തെ ടെർമിനലാണ് ന്യൂട്രൽ. അതായത് ആദ്യത്തെ 3 ടെർമിനലുകൾ ഫേസ് ടെർമിനലുകളും 4ാമത്തെ ടെർമിനൽ ന്യൂട്രലാണ്. ഒരു തമ്പ് റൂളായി നമുക്ക് ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ടെർമിനൽ ന്യൂട്രൽ എന്ന് പറയാം. Aim or expected skill to identify the neutral terminal of the distribution transformer. ഈ എക്സ്പെരിമെൻറ്റിലൂടെ ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ ടെർമിനൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന്. എംപ്ലോയബിലിറ്റി സ്കിൽ ടു അക്വയർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കോർഡിനേഷൻ, ടീം വർക്ക്, സബ്മിസീവ്, കോൺഫ്ലിക്റ്റ് റിസോൾവിംഗ്, വർക്ക് പ്ലേസ് മാനേജ്മെൻറ്റ്. ആക്ടിവിറ്റി ചെയ്യുന്നതോടൊപ്പം വിദ്യാർത്ഥിക്ക് കിട്ടേണ്ട എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്തൊക്കെയാണെന്ന്. അതായത് നിങ്ങൾക്കറിയാം, ഒരു ലൈൻമാനിൻ്റെ ജോലി എന്നത് ഒരു ടീം വർക്കാണ്, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല. അതുകൊണ്ട് തന്നെ ആ ടീമുമായി കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം, തമ്മിൽ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം, ഇതൊരു ടീം വർക്കായി ഉണ്ടായിരിക്കണം. ടീം വർക്കാകുമ്പോൾ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹയർ അതോറിറ്റീസ് പറയുന്ന ഓർഡേഴ്സിനെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെ ഒബേ ചെയ്യേണ്ട ക്വാളിറ്റിയും വിദ്യാർത്ഥി ആർജിച്ചെടുക്കേണ്ടതുണ്ട്. സേഫ്റ്റി സ്കിൽസ് to acquire safety skills like awareness of the hidden hazards, acting accordingly, reporting to the authority and accountability. ഇതോടൊപ്പം തന്നെ സേഫ്റ്റി സ്കിൽസ് അക്വയർ ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ലൈവ് വയറിലാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ലൈവ് വയറാണ് എന്ന് ഉള്ള ഒരു ബോധം വിദ്യാർത്ഥിയിൽ ഉണ്ടാവേണ്ടതാണ്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാവുന്ന അപകട സാധ്യതകളെ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടായാൽ അതിനെ അനുസരിച്ച് എങ്ങനെയാണ് നീങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപകടമുണ്ടായാൽ ആരാണോ ഹയർ അതോറിറ്റി അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതും അതേപോലെ കൊണ്ടുപോയ മെറ്റീരിയലുകളുടെ അക്കൗണ്ടബിലിറ്റി കീപ്പപ്പ് ചെയ്യേണ്ടതാണ്. റിക്വയർഡ് ഈ ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ വേണ്ട ടൂളുകൾ: combination player 8 inches 1 number, electrician knife 1 number, line tester 1 number. Equipment required: distribution transformer 160 kVA 11 kV bar 430 volt, delta star connected 50 Hz 1 number. ഇവിടെ എക്സാമ്പിൾ ആയിട്ടാണ് 160 kVA എന്നുള്ളത് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് എത്ര വേണമെങ്കിലും ആവാം. Materials required: pendant lamp holder 230 volt 5 ampere 2 numbers, incandescent lamp 230 volt 40 watts 2 numbers, PVC insulated flexible copper wire 1.5 square mm 1.5 meters. Safety materials: safety helmet 1 number for 1 person and LT rubber glove 7.5 kV 1 pair for 1 person. ഒരു മാനിന് ഒരു ഹെൽമെറ്റ് വീതവും ഒരു LT റബ്ബർ ഗ്ലോവ് വീതവുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. പ്രൊസീജിയർ: സേഫ്റ്റി പ്രൊസീജിയർ. ആദ്യമായി പെർമിറ്റ് വാങ്ങിക്കുക. ഹെൽമെറ്റ് ശരിയായ രീതിയിൽ ധരിക്കുക. LT ഹാൻഡ് ഗ്ലൗസ് ധരിക്കുക. വർക്ക് പ്രിപ്പറേഷൻ:
Remove the weeds, climbers, if any, in the transformer yard or the distribution substation. ചെടികളെ നീക്കം ചെയ്യുക. കട്ട് ദ PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഓഫ് ലെങ്ത് 60 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ ആൻഡ് 30 സെൻറ്റിമീറ്റർ. 60 സെൻറ്റിമീറ്റർ നീളമുള്ള 2 വയറും 30 സെൻറ്റിമീറ്റർ നീളമുള്ള 1 വയറുമായി കട്ട് ചെയ്യുക. റിമൂവ് ദ ഇൻസുലേഷൻ ഓഫ് ദ വയർ അറ്റ് ബോത്ത് ദ എൻഡ്സ്. വയറിൻ്റെ ഇൻസുലേഷൻ രണ്ടറ്റത്തും റിമൂവ് ചെയ്യുക. വയർ ഓഫ് ദ സീരീസ് ടെസ്റ്റ് ലാമ്പ് വിത്ത് 2 ടെസ്റ്റ് ലാംപ്സ്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 ലാമ്പുകൾ ഉപയോഗിച്ച് ടെസ്റ്റ് ലാമ്പ് വയർ ചെയ്യുക. പെൻഡന്റ് ലാമ്പ് ഹോൾഡറിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്യുക. ലാമ്പ് ഹോൾഡറിൽ വയർ കണക്റ്റ് ചെയ്യുക. വയറിലൂടെ ക്യാപ്പ് ഇടുക. അടുത്ത ലാമ്പ് ഹോൾഡറിൻ്റെ ക്യാപ്പ് തല തിരിച്ച് അതേ വയറിലൂടെ കണക്റ്റ് ചെയ്യുക. രണ്ടാമത്തെ ലാമ്പ് ഹോൾഡറെ കണക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണക്റ്റ് ചെയ്തത് 30 സെൻറ്റിമീറ്റർ നീളമുള്ള വയറാണ്. ഇനി 60 സെൻറ്റിമീറ്റർ നീളമുള്ള ഓരോ വയറും ഓരോ ലാമ്പ് ഹോൾഡറിലൂടെ കണക്റ്റ് ചെയ്തു. പെൻഡന്റ് ലാമ്പ് ഹോൾഡറിൻ്റെ കവർ സ്ക്രൂ ചെയ്യുക. സീരീസ് ടെസ്റ്റ് ലാമ്പ് തയ്യാറാക്കി കഴിഞ്ഞു. ഇതിലേക്ക് ഇൻകാൻഡസെൻ്റ് ലാമ്പുകളെ കണക്റ്റ് ചെയ്യും. ഉപയോഗിച്ച ടൂളുകളെ ടൂൾ പൗച്ചിൽ എടുത്തു വയ്ക്കുക. ടെസ്റ്റിംഗ്. കീപ് ദ സേഫ് ഡിസ്റ്റൻസ് ഫ്രം ദ ലൈവ് ടെർമിനൽസ്. ലൈവ് ടെർമിനലുകളിലിരുന്ന് നിശ്ചിത അകലം പാലിക്കുക. ചെക്ക് എനി 2 ബുഷിങ്സ് വിത്ത് ദ സീരീസ് ടെസ്റ്റ് ലാമ്പ് ആൻഡ് ഒബ്സർവ് ദ ബ്രൈറ്റ്നസ് ഓഫ് ദ ലാംപ്സ്. ഏതെങ്കിലും 2 ബുഷിങ്ങുകളെ സീരീസ് ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് ബ്രൈറ്റ്നസ് ഒബ്സർവ് ചെയ്യുക. ഇതേ പ്രൊസീജിയർ ആവർത്തിച്ച് ന്യൂട്രൽ ടെർമിനൽ ഐഡൻറ്റിഫൈ ചെയ്യുക. ആദ്യം ട്രാൻസ്ഫർ ഇത് തൽക്കാലം ഒരു ബുഷാണ് എന്ന് വിചാരിക്കുക. നമുക്കറിയില്ല എന്ത് ചെയ്യും? അടുത്തേക്ക് നോക്കും. നോക്കുക അത് ഇതും കൂടി ചെക്ക് ചെയ്യും അല്ലേ? അപ്പോഴും ബ്രൈറ്റ് ആണ്. അപ്പം 3ഉം ഒരേപോലെ വർക്ക് ചെയ്യുന്നു. പേസ് എന്ന് മനസ്സിലായി. നമ്മൾ ന്യൂട്രൽ അറിയുന്നുണ്ട്. അതാണ് നമുക്ക് ഊഹിക്കാം. പക്ഷെ അറിയാം ചെക്ക് ചെയ്യും. അപ്പോൾ ഇത് ജിമ്മാണ് അല്ലേ? ഇതോ ഇതോ ജിമ്മാണ്. അപ്പോൾ ഈ 3 കോമൺ എല്ലാ ഒരേപോലെ ഇല്ല. 3 വെച്ചപ്പോൾ Workplace management. Keep the work area neat and clean. Always keep the tools in the tool pouch after use.
Don't leave any conductor at the workplace. Return the work permit. Return the tools and materials to the stores. വർക്ക് ഏരിയ എപ്പോഴും ക്ലീനാക്കി വയ്ക്കുക. വർക്ക് കഴിഞ്ഞ ഉടൻ ടൂളുകളെ ടൂൾ പൗച്ചിൽ വയ്ക്കുക. ഏതെങ്കിലും കണ്ടക്ടറെ അശ്രദ്ധയായി വർക്ക് പ്ലേസിൽ ഇട്ട് വരരുത്. വർക്ക് കഴിഞ്ഞ ഉടൻ വർക്ക് പെർമിറ്റ് റിട്ടേൺ ചെയ്യുക. വർക്ക് കഴിഞ്ഞ ഉടൻ സ്റ്റോഴ്സിൽ നിന്ന് ഇൻറ്റൻറ്റ് ഉപയോഗിച്ച് എടുത്ത മെറ്റീരിയലുകളെയും ടൂളുകളെയും തിരിച്ച് സ്റ്റോറിൽ തന്നെ നൽകുക. ഔട്ട്കം: പ്രാക്ടീസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ന്യൂട്രൽ of the distribution transformer and acquire the set safety and employability skills.